ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LND. നമ്മളിന്ന് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ ന്യൂ നമ്പേഴ്സ്, പുതിയ സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ പേജ് 25 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. പേജ് 25 2 ചോദ്യങ്ങളും 26 1 ചോദ്യവും ഉണ്ട്. അത് മൂന്നും ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. ആദ്യം ചോദ്യം വായിക്കാം. അപ്പം നമുക്ക് പേജ് 25 ഒന്നാമത്തെ ചോദ്യം വായിക്കാം. We have seen in class 8 that any odd number can be written as the difference of two perfect squares. Use this to draw squares of area 7 square centimeters and 11 square centimeters. What are the length of the sides of these squares? നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഞാൻ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. വായിച്ചല്ലോ. ചോദ്യത്തിൽ എന്താ പറയുന്നത്? We have seen in class 8 that any odd number can be written as the difference of two perfect squares. അതായത് ഒറ്റ സംഖ്യയെ എന്താണ് അടുത്തടുത്തുള്ള രണ്ട് സംഖ്യയുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാമെന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ തത്വം ഉപയോഗിച്ചാണ് എന്താണ് സ്ക്വയർ ഓഫ് ഏരിയ 7 സെന്റിമീറ്റർ ആൻഡ് ഏരിയ 11 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം ആദ്യം അത് നോക്കാം. ഇവിടെ നോക്കിയേ, 2 1 2 3. അതിൽ 1 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 2. 2ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും അടുത്തടുത്ത രണ്ട് സംഖ്യകൾ 1ഉം 2ഉം. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 4ൽ നിന്ന് 1 പോയാൽ 3. പിന്നെ അടുത്ത 2 കഴിഞ്ഞാൽ അടുത്തത് 3ഉം 2ഉം എടുക്കാം. 3ന്റെ സ്ക്വയർ മൈനസ് 2ന്റെ സ്ക്വയർ. 3ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 9. 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2 4. എത്ര കിട്ടും? 5 കിട്ടും. ഇനി അടുത്തടുത്ത് 2 3 അതിന് 4 3 എടുക്കാം. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 4 16. 3 സ്ക്വയർ 3 9. 16ൽ നിന്ന് 9 പോയാൽ 7. ഇനി 4 കഴിഞ്ഞ് ഇനി അടുത്തത് ഒരു പാറ്റേൺ പോലെ നമ്മൾ എഴുതുകയാണ്. 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ 25 മൈനസ് 16 9. ഇനി അടുത്തത് ഏതാ? 5 കഴിഞ്ഞാൽ 6. 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ 6 36 മൈനസ് 5 5 25 11. അപ്പം നോക്കിക്കേ, ഇതെല്ലാം നമുക്ക് ഒറ്റ സംഖ്യകളാണ് കിട്ടിയത്. ഓഡ് നമ്പേഴ്സ് അല്ലേ? 3 5 7 9 11. ഇതെല്ലാം ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ ഒറ്റ സംഖ്യകളെ രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാമെന്ന്, അടുത്തടുത്ത രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാമെന്ന് നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ തത്വം ഉപയോഗിച്ചാണ് നമ്മൾ ഇനി സ്ക്വയർ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പം ഇവിടെ നോക്കിക്കേ, അതായത് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താണ് ഇത് വരയ്ക്കുന്നത്. അപ്പം ഇത് മനസ്സിലായല്ലോ. നോക്കേ, 2 1 അടുത്തടുത്ത രണ്ട് സംഖ്യകൾ, അതിൻ്റെ സ്ക്വയറിൻ്റെ വ്യത്യാസം 3, ഒറ്റ സംഖ്യ. 3ഉം 2ഉം അടുത്തടുത്ത രണ്ട് സംഖ്യകൾ. അപ്പം അത് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടി? 5 കിട്ടി. 4 3ഉം അടുത്തടുത്ത രണ്ട് സംഖ്യകൾ, അവയുടെ സ്ക്വയറിൻ്റെ വ്യത്യാസം 7. അപ്പോൾ നമുക്ക് എല്ലാം ഇവിടെ കിട്ടിയിരിക്കുന്ന എല്ലാം ഒറ്റ സംഖ്യകളാണ്. ഇത് ഉപയോഗിച്ചാണ് എ സ്ക്വയർ ഓഫ് ഏരിയ യൂസ് ദീസ് ടു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 11 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പം നമ്മൾ ആദ്യം ഒരു പൈതഗോറസ് തിയറം അതായത് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ വരയ്ക്കും. റഫായിട്ടാണ് ആദ്യം കാണിക്കുന്നത്, പിന്നെ ഫെയർ ആയിട്ട് ശരിക്കുള്ള മെഷർമെൻ്റ് എടുത്ത് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ 7 വരണം. ഒരു വശം എന്താണ്? ഏരിയ 7 ആണെങ്കിൽ ഇഫ് ഏരിയ ഈക്വൽ 7, ഏരിയ എന്ന് പറയുന്നത് എന്താണ്? വശം ഗുണം വശം. സ്ക്വയർ ആണ്, സ്ക്വയർ ആയതുകൊണ്ടാണ് വശം ഗുണം വശം സമം 7. അപ്പോൾ വശത്തിൻ്റെ സ്ക്വയർ സൈഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 7. therefore സൈഡ് ഇസ് ഈക്വൽ ടു √7. ഒരു സൈഡ്
√7 ആയിരിക്കണം. ഇതാണ് ഒരു സൈഡ് √7 ആയിരിക്കണം. ഈ ഒരു സൈഡ് √7 ആയിരിക്കാൻ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് വേണം ഇത് ചെയ്യാൻ. അതായത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഒരു സൈഡ് √7 വേണമെങ്കിൽ പൈതഗോറസ് തിയറം അനുസരിച്ച് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ച് അത് ചാണൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഏതൊക്കെ വശങ്ങൾ നമുക്ക് ഏതെങ്കിലും 2 വശങ്ങൾ അറിയാമെങ്കിൽ മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം ഒരു സൈഡ് √7 ആയിരിക്കണം. അപ്പം √7 ആകണമെങ്കിലും നമുക്ക് ഈ 4 3 എടുത്താൽ പോരെ. അതായത് ഹൈപ്പോട്ടിന്യൂസ് ലോങ്ങസ്റ്റ് സൈഡ് ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ടു 90 ഡിഗ്രി. ഹൈപ്പോട്ടിന്യൂസ് 4ഉം ബേസ് 3യുമായിട്ട് എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ 4² - 3² 7 എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ ഈ സൈഡ് എന്താ കിട്ടും? √7 എന്ന് കിട്ടും. അപ്പോൾ ഈ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് നമുക്ക് എന്താ വരയ്ക്കാം? ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ √7 സൈഡായിട്ടും ഏരിയ 7 വരുന്ന ഒരു സ്ക്വയർ വരയ്ക്കുന്നത്. അടുത്ത 11 ആണ് പറയുന്നത്. നോക്കിക്കേ 11 വരയ്ക്കണമെങ്കിൽ നമ്മൾ ഏതെല്ലാം ആയിട്ട് ഹൈപ്പോട്ടിന്യൂസും ബേസും എടുക്കേണ്ടത്? 6ഉം 5ഉം. നോക്കിക്കേ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ വരച്ചു. ഹൈപ്പോട്ടിന്യൂസ് എന്തായിരിക്കും? 6, ബേസ് 5 ആണെങ്കിൽ 6² - 5² = 11. അതായത് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് 11. ഓൾട്ടിറ്റ്യൂഡ് അപ്പോൾ എന്തായിരിക്കും? √11 അല്ലേ? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽസ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഈക്വൽസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അതനുസരിച്ചാണ് നമ്മളിവിടെ √11 എന്ന് എഴുതിയത്. ഇവിടെ അതുപോലെ തന്നെയാണ്. പൈതഗോറസ് തിയറം നല്ലതായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ അളവ് തന്നാൽ മൂന്നാമത്തെ വശം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി √11 ഒരു സൈഡ് കിട്ടി, ബാക്കി 3 വശവും ഈ കോമ്പസിൽ ഈ അളവെടുത്ത് മാർക്ക് ചെയ്ത് കണ്ടുപിടിച്ചൂടെ? നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഫെയർ ആയിട്ട് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. To draw a square of area 7 cm². പരപ്പളവ് 7 cm² ആയ ഒരു ചതുരം വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളൊരു റഫ് ഫിഗർ വരച്ചിട്ടിട്ടുണ്ട്. അതായത് എന്താണ്, ഹൈപ്പോട്ടിന്യൂസ് 4ഉം ബേസ് 3യുമായിട്ടുള്ള ഒരു റൈറ്റ് ആംഗിളുടെ ട്രയാംഗിൾ വരയ്ക്കുമ്പോൾ ഈ സൈഡ് ഓൾട്ടിറ്റ്യൂഡ് എന്താ കിട്ടും? √7 എന്ന് കിട്ടും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡിൻ്റെ ലെങ്ത് കോമ്പസിലെടുത്ത് ഒരു സ്ക്വയർ കൺസ്ട്രക്റ്റ് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം 3 സെൻറ്റിമീറ്റർ നീളത്തിൽ ലൈൻ വരയ്ക്കുക. ഇനി പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. എന്നിട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇനി നമ്മൾ 4 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഈ പെർപെൻഡിക്കുലറിനെ ഗണ്ണിക്കുക. ഇത് 4 സെൻറ്റിമീറ്റർ ഉണ്ട്. ഇവിടെ വെച്ചിട്ട് ആർക്ക് വരയ്ക്കുക. ഇനി ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഇതാ 4² - 3². അതായത് 16 - 9 7 എന്ന് കിട്ടും. 7 അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ √7 ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽസ് 7 എന്ന് കിട്ടും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് ഈക്വൽസ് √7. ഇനി ഈ 7 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് അതിനു മുമ്പ് ഇതങ്ങോട്ട് നീട്ടണം.
സൈഡ് നീട്ടുക. നീട്ടിയിട്ട് √7 കോമ്പസിലെടുക്കുക. ചാപം വീശുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണം വരയ്ക്കാം. പിന്നെ നീട്ടി വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ സ്ക്വയർ ഓഫ് ഏരിയ 7 cm². എല്ലാ വശങ്ങളും എത്രയായിരിക്കും? √7 ആയിരിക്കും. √7. ലെങ്ത് ഓഫ് ദ സൈഡ് ഈക്വൽസ്, നമുക്ക് എഴുതാം, ലെങ്ത് ഓഫ് ദ സൈഡ് ഈക്വൽസ് √7 cm. പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഏരിയ ഈക്വൽസ് സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽസ് √7 ഇൻറ്റു √7 ഈക്വൽസ് 7 cm² എന്ന്. ഇതാണ് ആദ്യത്തെ ചിത്രം. ഇനി നമുക്ക് രണ്ടാമത് √11 വരയ്ക്കാം. റഫ് ഫിഗർ വരച്ചിട്ടുണ്ട്. ആദ്യം 5 cm നീളത്തിൽ ഒരു വര വരയ്ക്കുക. ഇതെത്ര? 5 cm. ഇനി എന്താ ചെയ്യേണ്ടത്? ലംബം വരയ്ക്കുക. അതായത് പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി എടുത്ത് ലംബം അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നീട്ടി വരയ്ക്കുക. സ്കെയിൽ ഉപയോഗിച്ച് നീട്ടി വരയ്ക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? 6 cm കോമ്പസിലെടുത്തിട്ട് ചാപം വീശുക. ഇത് 6 cm ആണ്. ടേബിളിൽ വെച്ച് എടുത്തതാണ്. ആർക്ക് വരച്ചതിന് ശേഷം ജോയിൻ ചെയ്യുക. ഇപ്പം നമുക്ക് എത്ര? 6 cm. 6² - 5² എന്നാൽ 36 - 25 11 എന്ന് കിട്ടും. അപ്പോൾ ഈ സൈഡ് എത്ര? √11 എന്ന് കിട്ടും. ആ മെഷർ നമ്മൾ കോമ്പസിലെടുത്തിട്ട് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് √11. ഇവിടെ വെച്ചൊരു ചാപം വരയ്ക്കുക. ഇവിടെ വെച്ച് അതിനെ ഗണ്ണിക്കുക. എന്നിട്ട് സ്ക്വയർ പൂർത്തിയാക്കുക. ഓക്കെ. ഈ സ്ക്വയറിൻ്റെ ഓരോ സൈഡും എത്രയായിരിക്കും? √11 ആയിരിക്കും. √11. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട് ലെങ്ത് ഓഫ് ദ സൈഡ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം, ലെങ്ത് ഓഫ് ദ സൈഡ് ഈക്വൽസ് √11 cm. Therefore area
ഏരിയ ഈക്വൽസ് സൈഡ് ഇൻറ്റു സൈഡ് ഈക്വൽസ് √11 ഇൻറ്റു √11. ഇപ്പം എത്ര കിട്ടും? 11 എന്ന് കിട്ടും. മനസ്സിലായോ? ഇങ്ങനെയാണ് എക്സാമിനേഷന് വന്നാൽ വരയ്ക്കേണ്ട. ആദ്യം നമ്മളൊരു റഫ് ഫിഗർ വരച്ചിട്ട് വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിനെ ആസ്പദമാക്കി നമ്മൾ ഏരിയയും ലെങ്ത് ഓഫ് ദ സൈഡ്സും കണ്ടുപിടിക്കണം. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം വായിച്ചല്ലോ. ഇതാണ് ചിത്രം. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ദ സ്ക്വയറും ലെങ്ത് ഓഫ് ദ സൈഡുമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഇതിനൊരു പേര് കൊടുക്കാം. എ ബി സി ഡി എ. അപ്പോൾ നമുക്ക് ഈ സൈഡ് കണ്ടുപിടിക്കണം, അതായത് ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതാണ് ഈ സ്ക്വയറിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ? ഇത് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടിന്യൂസ്. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്താ കിട്ടും? ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കിട്ടും. ഇൻ ട്രയാംഗിൾ എ ബി hypotenuse square AE square is equal to base square B square plus altitude AB square. A നമുക്ക് തന്നിട്ടുണ്ട് 3.5. ഹൈപ്പോട്ടിന്യൂസ് ആണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഏറ്റവും നീളം കൂടിയ വശം. അപ്പോൾ തന്നിരിക്കുന്നതിൽ നീളം കൂടിയ വശം ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ 1.5 ഹോൾ സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ. അപ്പോൾ എ ബി സ്ക്വയർ കാണാൻ എന്താ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. therefore എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 3.5 ഹോൾ സ്ക്വയർ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 3.5 സ്ക്വയർ എത്ര കിട്ടും? 12.25 എന്ന് കിട്ടും. 1.5ൻ്റെ സ്ക്വയർ 1.5 × 1.5 ഈസ് 2.25. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. 2.5 സബ്ട്രാക്ട് ചെയ്യുക. 12 - 2 10. അപ്പോൾ എ ബി സ്ക്വയർ ആണ് 10. അപ്പോൾ എ ബി എത്ര കിട്ടും? എ ബി ഇസ് ഈക്വൽ ടു √10. അപ്പോൾ ഒരു സൈഡ് നമുക്ക് √10 എന്ന് കിട്ടി. അപ്പോൾ ഏരിയയും ലെങ്ത് ഓഫ് ദ സൈഡ് അല്ലേ ഇത്? ഏരിയ ഈക്വൽസ് സൈഡ് ഇൻറ്റു സൈഡ് √10 ഇൻറ്റു √10. ഇതെല്ലാം √10 ആണ്. √10 ഇൻറ്റു √10 ഈക്വൽസ് 10 ഈക്വൽസ് 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് എത്ര കിട്ടും? ലെങ്ത് ഓഫ് ദ സൈഡ് ആദ്യം നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഈക്വൽസ് √10 സെൻറ്റിമീറ്റർ. ഇതാണ് ആൻസർ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞിനി മൂന്നാമത്തെ ചോദ്യം.